നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ജ്ഞാനപ്പാന 15ാമത്തെ ഭാഗമാണ്. അവസാനത്തെ ഭാഗങ്ങളാണ് ചൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന സമയത്ത് ഇന്നതെല്ലാം വരണം എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. സാക്ഷാൽ ഭഗവാൻ അതിനനുസരിച്ച് ഉള്ള കർമ്മങ്ങൾ തന്നാണ് നമ്മളിവിടെ ജനിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരിക്കലും ജനിക്കുമ്പോൾ മരണമല്ല ആഗ്രഹം, ആത്മസാക്ഷാത്കാരം തന്നെയായിരിക്കണം ആഗ്രഹം. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അതല്ല, നമുക്കറിയാം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതുകൊണ്ട് തന്നെ, ബാല്യം മുതൽ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതുകൊണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഞാൻ വാർദ്ധക്യത്തിൽ കുറച്ച് ഭഗവാനോട് അടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ നാമസങ്കീർത്തനം ചെയ്യാം എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തരമാണ്. എന്താണ്, ആയുസ്സിന് പ്രമാണമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയൊന്നും വേണ്ട. നമുക്ക് എത്ര തിരക്കുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും കിട്ടുന്ന സമയത്ത് കൃഷ്ണ കൃഷ്ണ എന്നോ രാമരാമ എന്നോ മനസ്സിലെങ്കിലും പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് സമയമില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ മറ്റൊരു ഇപ്പം ഞാനിപ്പോൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് പോലും എൻ്റെ മനസ്സിൽ എനിക്ക് ചിന്തിക്കാം, ഭഗവാനെ ഇത് തെറ്റൊന്നും കൂടാതെ പറഞ്ഞു തീർക്കണേ എന്ന്. അതുപോലെ ഭഗവാന്റെ നാമജപങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ എന്താണ്, ആഗ്രഹങ്ങളുമില്ല. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ദേഹം ഒരിടത്ത് പതിച്ചിടുന്നു എന്നാണ്. ആ ദേഹം പതിച്ചു കഴിഞ്ഞാൽ കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട്, അപ്പം എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരമാണ് അയാളുടെ കൊതി. അപ്പോൾ ആ കൊതിക്കുന്ന ബ്രഹ്മത്തിനെ കണ്ട് കൊതിച്ചിടുന്നു ജീവൻ. അപ്പം തന്നെ നമ്മളുടെ ജീവൻ, ശരീരം ജഡമായി തീർന്ന ഉടനെ ജീവൻ മേൽപോട്ട് പോകുന്നു. ആ ജീവനും എവിടേക്കാണ് എത്തുന്നത്? ഈ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെ നടന്നാൽ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തിരുനാമ സങ്കീർത്തനവും ഭഗവത് സമർപ്പണമായിട്ട് കാര്യങ്ങൾ ചെയ്യലും, മറ്റുള്ളവരെ ദ്വേഷിക്കാതിരിക്കലും, മതമത്സരങ്ങൾ ഒഴിവാക്കലും, മനസ്സിലെ ആഗ്രഹങ്ങൾ ആസക്തി കൂടാതെ, യാതൊരു ആസക്തിയും പാടില്ല. ആഗ്രഹം വന്നാൽ ഫലം കിട്ടും. ചെയ്തു കഴിഞ്ഞാൽ, കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടും. ഫലം നല്ലതായാൽ വീണ്ടും ആഗ്രഹം വരും. അങ്ങനെ അത് ആശയാകുന്ന പാശം അറുത്ത് മുറിച്ച് നമ്മൾ കഴിഞ്ഞ തത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം സ്വപ്നം കണ്ട അവിടെ ബ്രഹ്മത്തെ കിട്ടാനായിട്ട് ജീവൻ കുതിച്ചിടും. ശക്തി വേറിട്ടു സഞ്ചരിച്ചിടുമ്പോൾ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും. ശക്തി വേറിട്ട് സഞ്ചരിക്കുമ്പോൾ, അതായത് നമ്മൾ ആസക്തിയൊന്നും കൂടാതെ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയാൽ വേറൊരു ചിന്തയില്ല. എല്ലാറ്റിൽ നിന്നും വിട്ട് മനസ്സ് ഇങ്ങനെ നമ്മൾ ക്ലിയറാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളുടെ മനസ്സ് വീണ്ടും പിടിവിട്ട് താഴേക്ക് വരും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതിനുള്ളൊരു പക്വത ആയിട്ടില്ല. ഈ ബ്രഹ്മത്തിലെത്താനുള്ള ഒരു പക്വത ആയിട്ടില്ലെങ്കിലും അതിന് പാത്രമായിട്ടില്ല എന്നതുകൊണ്ട് ഏതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. അതിനെപ്പറ്റി വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. അയ്യോ, എനിക്ക് അത്രയ്ക്കൊന്നും ഉയരാൻ പറ്റിയില്ലല്ലോ, എന്താ വെച്ചാൽ ഞാൻ അവസാന കാലത്താണ് തുടങ്ങിയതും. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മത്തിലേക്ക് എത്തണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ ആത്മസാക്ഷാത്കാരം നേടണമെങ്കിൽ എത്രയും പരിശ്രമിക്കണം. അതൊന്നും ആയില്ലല്ലോ ഞാൻ എന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടോളൂ. ഞാൻ പറഞ്ഞുതരാം. ഒരു തിരുനാമ സങ്കീർത്തനം ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. അതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞു തരാം
എന്താണ്? ജാതി പാർക്കിലോരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവു കൂടാതെ ജാതന്മാരാകിയ മൂകരേയങ്ങൊഴിച്ചുള്ള മാനുഷർ. ജാതി പാർക്കിൽ ഒരന്ത്യജനാകിലും, ചിലർ ഭഗവത് ഭജനത്തിന് ജാതി, മതം, കുലം ഇതൊന്നുമില്ല. പക്ഷേ ചിലർ ജന്മം കൊണ്ട് ഉന്നത ജാതി, ഉന്നതമായിട്ടുള്ള ജാതിയിൽ, ഉന്നത കുലത്തിൽ ജനിച്ചവരായിരിക്കും, ഉന്നത ജാതിക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും അവർ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ജന്മം വേസ്റ്റ് തന്നെയാണ്. അതേ സമയത്ത് ഒരു ചണ്ടാളനായിട്ടോ ശൂദ്രനായിട്ടോ ജനിക്കുന്ന ആൾ ഒരു ബ്രാഹ്മണൻ, അല്ലെങ്കിൽ ഒരു ഉന്നത ബ്രാഹ്മണൻ എന്ന് പറയുന്നില്ല കേട്ടോ, ജാതിയൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു ഉന്നതകുല ജാതനായ ആൾക്കാരെ പോലെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഈ ശൂദ്രനും എന്തായിത്തീരാം? ഒരു ബ്രാഹ്മണൻ എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചത്. അല്ലാതെ ഇന്ന കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഇതെല്ലാം തിരിക്കേണ്ടത്. അവിടെ ജാതിയും വർണ്ണമൊക്കെ തിരിച്ചുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു അത് നോക്കിയിട്ടല്ല, ഇന്ന കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല ജനിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിലും ഇനി വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മഹർഷിമാരാണെങ്കിലും, ഇനി ആരാ, മഹീസുരനാണെങ്കിലും, വലിയ രാജാക്കന്മാരാണെങ്കിലും, ആരാണെങ്കിലും, ഇത് ആര് തന്നെ ആയാലും നാവ് കൂടാതെ ജാതന്മാരാകിയ മൂകരേയങ്ങൊഴിച്ചുള്ള മനുഷ്യർ. ഇപ്പം നാവില്ലാതെ ജനിച്ചാലും മനസ്സിൽ പറയാമെങ്കിലും, നാവില്ലാതെ ജനിച്ചവരോ മൂകരോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ നാമം ചൊല്ലാൻ പറ്റുമല്ലോ. നാവില്ലെങ്കിൽ ചൊല്ലാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? അതുകൊണ്ടാണ് അവരെ വിട്ടത്. മൂകന്മാരാണെങ്കിലും നമ്മൾ മനസ്സിലേ ജപിക്കാൻ പറ്റുള്ളൂ, പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് അങ്ങനെ അല്ലാത്തവരെല്ലാവരും എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും. എങ്ങനെയാണ് തിരുനാമ സങ്കീർത്തനം? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ശക്തി ഇല്ല എനിക്ക്, അതിനൊന്നും ഞാൻ പാത്രമായിട്ടില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് പറഞ്ഞു ഉപദേശിച്ചു കൊടുക്കുകയാണ്. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്ന് മാത്രം ഒരിക്കൽ ഒരു ദിനം. നമ്മൾ ഈ മരുന്നിൻ്റെ ഡോസേജ് പറയുന്ന പോലെയാണ്, ഒരു ഗുളിക ഒരു ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞേ. അതുപോലെ ഇഷ്ടം പോലെ ഭഗവാനെ പ്രകീർത്തിച്ചിട്ടുള്ള നാമങ്ങൾ ധാരാളം ഉണ്ട്, കോടിക്കണക്കിന് എന്ന് പറയാം അല്ലേ? എത്ര കോടിയെന്ന് ചിന്തിച്ചാൽ മതി. അതിൽ ഒരു നാമമെങ്കിലും ഒരു ദിനം ഒരിക്കലെങ്കിലും, ഒരു ദിവസം, ഒരു നിമിഷം, ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. സ്വസ്ഥനായി എപ്പോഴെങ്കിലും നമ്മൾ സ്വസ്ഥതയോട് കൂടിയിട്ടിരിക്കുമല്ലോ. 24 മണിക്കൂറും നമ്മൾ പണിയെടുത്തുകൊണ്ടേയിരിക്കില്ല. അപ്പോൾ സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ടല്ലേ ചെയ്യാൻ. TV കണ്ടിട്ടില്ല, അന്നത്തെ സീരിയൽ ഇനിയിപ്പോൾ എന്തായിട്ടുണ്ടാവും. കുട്ടികളുടെ പാട്ടുണ്ട്, അത് കണ്ടില്ലെങ്കിലോ. അങ്ങനെ നമ്മൾ വിഷമിച്ച് അവസാനം കിടക്കയിലേക്ക് പോവും. എന്നാലും അപ്പം നമ്മുടെ കയ്യിൽ മൊബൈലും ഉണ്ടാവും. അതും കൊണ്ട് നോക്കി ടവേ എന്നൊരു വിഴലും ഉറങ്ങലും കഴിഞ്ഞു. അപ്പോൾ പിന്നെ എപ്പോഴാണ് സമയം കിട്ടുക? അതുകൊണ്ട് രാവിലെ മുതൽ എണീക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നതിന് മുന്നേ വരെ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും, ഇനിയിപ്പോൾ അപ്പോഴൊന്നും സമയം കിട്ടിയില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ തിരക്കുകളുടെ ഇടയ്ക്ക് എവിടെ സമയം കിട്ടാനാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും, ഇനി സ്വപ്നത്തിലും നമുക്ക് ഭഗവാനെ ഭജിക്കാം. താൻ അറിയാതെ, നമ്മളറിയുന്നേ ഇല്ല സ്വപ്നത്തിൽ, എങ്കിലും നമുക്ക് ജപിക്കാം. രാമരാമാന്ന് ജപിച്ചുകൊണ്ടേ കിടന്നാൽ മതി. അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടാലും ചിലപ്പോൾ അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വസ്ഥനായിട്ടിരിക്കുക. ആദ്യം നാം പറഞ്ഞു ഒരു ദിവസം ഒന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഒരു നാമമെങ്കിലും ചൊല്ലാൻ. അത് പറ്റില്ലെങ്കിലോ സ്വസ്ഥനായിട്ടിരിക്കുമ്പോൾ ചൊല്ലാൻ നോക്കുക. അതും പറ്റിയില്ലെങ്കിലോ സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വീണ്ടും പറഞ്ഞായിരുന്നു, മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും, ചില ആൾക്കാർ
അയ്യേ ഭഗവാന്റെ അങ്ങനൊരു സംഭവം ഉണ്ടോ, ഭഗവാൻ എന്നൊരാളുണ്ടോ? അതൊക്കെ വെറും വിഡ്ഢിത്തരമാണ്. കൃഷ്ണൻ രാമൻ എന്നൊക്കെ പറയുന്നത് വിഡ്ഢിത്തരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൃഷ്ണൻ രാമൻ എന്നുള്ള പേര് വന്നു, ഭഗവാന്റെ നാമങ്ങൾ അവിടെ വന്നു. അതുപോലെ പരിഹസിച്ചിട്ടാണ് ഭഗവാന്റെ ബുക്കുകളെയോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെയോ അല്ലെങ്കിൽ ഭഗവാന്റെ നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ ചെയ്തു തരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ആൾക്കാരെ മറ്റുള്ളവർ വന്നിട്ട് പരിഹസിക്കുകയാണെങ്കിൽ പോലും അതിൽ ഈ വാക്ക് വന്നാൽ മതി അല്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടോ, രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്നൊക്കെയാണ്, ദാമോദരൻ, ഇങ്ങനെയൊക്കെയാണ് പേരിടുന്നത്. എന്താണ്, നമ്മൾ കുട്ടികൾ വീട്ടിലുള്ളപ്പോൾ എന്തായാലും എടാ കൃഷ്ണ അങ്ങോട്ട് വാന്നെങ്കിലും പറയുമല്ലോ. ഈ പേരുകൾ ഗോവിന്ദ അങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ പേര് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിയെന്നാണ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ നാരായണീയത്തിൽ പല ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ അവസാന കാലത്തെങ്കിലും ഒരു ഭഗവാനെ വിളിച്ചു എന്നുകൊണ്ട് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു എന്ന് ജമിളൻ്റെ കഥയാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പേരിടുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ദേവികളുടെ പേര് സ്ത്രീകൾക്കിടുക, അതേപോലെ തന്നെ ഇങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങളാണ് എല്ലാവരുടെയും പേരുകളുണ്ടാവുക. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, അർത്ഥം പോലും ഇല്ലാത്ത പേരുകളായിരിക്കും. ഏറ്റവും കടിച്ചാൽ പൊട്ടാത്ത പേരിട്ടാൽ അത്രയും നല്ലത് എന്നൊക്കെയാണ് ചിലർ ചിന്തിക്കുക. അപ്പോൾ പരിഹസിച്ചിട്ടാണെങ്കിൽ പോലും ഈ പേരുകൾ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ മതി. മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും. ഇനി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അസുഖമൊക്കെ വന്നിട്ട് ആൾക്കാർ കിടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അടുത്തിരുന്ന് നാമം ചൊല്ലി കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരാഗ്രഹങ്ങൾ പറയും, ചിലപ്പോൾ പറയും, അല്ലെങ്കിലും നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് നമ്മളിങ്ങനെ നാമങ്ങൾ ചൊല്ലിക്കൊടുക്കും. മരിച്ചാലും അതിൻ്റെ അടുത്തിരുന്ന് രാമായണം നമ്മൾ ചെല്ലും, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച് അവർ ചൊല്ലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, വേറൊരു പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടാണ്, ഒരു ആചാര്യൻ വന്നിട്ടാണ് അവിടെ ഇരുന്ന് രാമായണം വായിക്കുന്നത് ഒരു മരണ വീട്ടിൽ. അപ്പോൾ മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ട് ആവാം. അത് ക്രിസ്ത്യൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, അന്ത്യകൂദാശ കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. മുസ്ലിംസിൻ്റെ ചടങ്ങ് എനിക്കറിയില്ല, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ആയാലും മതി. ആർക്കെങ്കിലും വേണ്ടിയിട്ട് പരിഹസിച്ചിട്ടോ ഇനി മറ്റൊരുത്തർക്ക് വേണ്ടിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഏതു ദിക്കിലിരിക്കലും തന്നുടെ നാവ് കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും. അപ്പോൾ ഇന്ന സ്ഥലം വേണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഭഗവാന്റെ നാമം ചൊല്ലാൻ എൻ്റെ വീട്ടിൽ പൂജാമുറി ഇല്ല, നീ എന്താ ചെയ്യുക? പൂജാമുറി വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു നിമിഷം കണ്ണടച്ച് ഭഗവാനെ ഭജിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ചിലപ്പോൾ പറയും, അയ്യേ നിങ്ങൾക്കൊക്കെ പറ്റുന്ന ഏതൊക്കെ പൂജാമുറി ഉണ്ട്, എല്ലാം എന്നും പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യുന്നതല്ലേ, എൻ്റെ വീട്ടിലതൊന്നും സൗകര്യമില്ല കേട്ടോ. അങ്ങനെ ആരും പറയണ്ട. ഏത് ദിക്കിലിരുന്നാലും എവിടെ ഇരുന്ന്, ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണോ അല്ല മറ്റെന്തെങ്കിലും ജോലി ചെയ്യുകയാണോ എന്തിലാണെങ്കിലും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് എപ്പോഴാണ് ഏതെങ്കിലും ഒരു സമയത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ദിനം ചെവി കൊണ്ട് കേട്ടാൽ മതിയെന്ന്. നാവ് കൊണ്ട് ഇത് ചൊല്ലിയെന്നാകിലും ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുക നാവ് കൊണ്ട്. അതല്ലെങ്കിലോ ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും ഒരു നേരം ഒരു ദിനം, നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ തിരുനാമങ്ങൾ കേൾക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് അത്രയും ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്കിഷ്ടപ്പെട്ടവർ പലതരത്തിലുള്ള മെസ്സേജുകളും ചിലപ്പോൾ അയച്ചു എന്ന് വരും, അതൊക്കെ കേൾക്കാൻ നമുക്ക് സമയമുണ്ട്. പക്ഷേ ഭഗവാന്റെ ഈ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുന്ന ഈ ഭഗവത്ഗീത കേൾക്കാനോ അല്ലെങ്കിൽ ഈ ജ്ഞാനപ്പാന കേൾക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ലളിതാ സഹസ്രനാമം കേൾക്കാനോ വിഷ്ണു സഹസ്രനാമം കേൾക്കാനോ എന്താ കിട്ടാത്തത്? യൂട്യൂബിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. പറയുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇതൊക്കെ കേൾക്കാം. കാരണം നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിലും അതിലാണ് ജോലിയിലാണ് ശ്രദ്ധയെങ്കിലും അറിയാതെയെങ്കിലും ഇത് കേട്ടാൽ മതിയെന്നാണ് പറയുന്നത്. അപ്പുറത്തെ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നുണ്ട്, അതിൻ്റെ കൂടെ ചെല്ലാൻ എനിക്ക് ബൈഹാർട്ടായിട്ട് അറിയില്ല. സാരില്ല, അവിടെ ഇരുന്ന് ചെല്ലിക്കോട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഡെയിലി നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞ മാതിരി ഡെയിലി കേട്ട് നോക്കൂ. അപ്പോഴാണ് അത് കുറച്ചെങ്കിലും ചൊല്ലാൻ പഠിക്കുക. അതും കഴിഞ്ഞ് വീണ്ടും 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 ഇങ്ങനെ കേട്ട് കഴിഞ്ഞ് എത്രയോ കാലം കൊണ്ടാണ് നമുക്കത് കുറച്ചെങ്കിലും ബൈഹാർട്ട് പഠിക്കുക. ഇപ്പം പിന്നെ ബൈഹാർട്ട് പഠിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് വയസ്സായില്ലേ, അപ്പോൾ വരികളൊക്കെ
ഓർമ്മ നിൽക്കുന്നില്ലെങ്കിലും തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൊല്ലാം. അപ്പോൾ നമുക്ക് ഫ്ലുവൻ്റായിട്ട് ചൊല്ലാനും പറ്റും, തപ്പി തടയില്ല നമ്മൾ. ജന്മസാഫല്യമപ്പോഴേ വന്നു പോയി ബ്രഹ്മസായുജ്യം കിട്ടിടുമെന്നല്ലോ. അപ്പോഴേ ജന്മസാഫല്യം വന്നു കഴിഞ്ഞു. എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്? ആത്മസാക്ഷാത്കാരമാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ ബ്രഹ്മസായുജ്യം കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ ചെയ്താൽ മതി, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവുമെന്ന് ഒരു സംശയവുമില്ല. നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് പോകുന്നത്. ഇനി അവിടെ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിലോ നമ്മളുടെ ദേഹം താഴേക്ക് വീണ്ടും വീഴില്ല. അതായത് വീണ്ടും ഒരു ജന്മം നമുക്ക് ഉണ്ടാവില്ല. ഇനി കുറച്ച് വരികളും കൂടിയുണ്ട്, അതടുത്ത ദിവസം പറയാം. ഓക്കെ. അസ്മിൻ പരാത്മൻ അനുപാദ്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ പമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.